രാവിലെ 8 മണിക്ക് സ്കൂളിലേക്കൊക്കെ വരണം, ഇല്ലെങ്കിൽ നടന്നു വരണം. കുട്ടികളെ പോലെ തന്നെ ജനങ്ങളും ദുരിതത്തിലാണ്. ബസ്സില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ബസ്സില്ലാത്തതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരും. ആശുപത്രിപ്പൊക്കെ കേട്ടു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടാൽ നമുക്കൊരു 2 ബസ് തന്നാൽ തൽക്കാലം പരിഹാരം ഉണ്ടാക്കാം. ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ബസ് വരാൻ ലേറ്റ് ആകുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എത്രയും നേരത്തെ വരുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നാട്ടിലെ മനുഷ്യരല്ലേ, കാട്ടുപന്നികളുടെയും ആനകളുടെയും അക്രമമുള്ള കുഞ്ഞുങ്ങൾ നടന്നു വരാൻ പറ്റിയില്ല. പലപ്പോഴും ഈ കരിക്കോട്ടൊക്കെ ഒരു ടൗണിൽ വരെ ആന വന്ന് ആക്രമിച്ചിട്ടുണ്ട്. പല കുട്ടികളും വണ്ടി സൗകര്യമില്ലാത്തതിൽ പഠനം നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ബസ് അനുവദിച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എല്ലാം പ്രവേശന ഉത്സവമാണ്. വേനൽക്കാല അവധി കഴിഞ്ഞ് പ്രവേശന ഉത്സവം നടക്കുന്ന ഈ ഒരു ദിവസത്തിൽ ജൂൺ 2 ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ടൗണിലാണ് ഉള്ളത്. ഈ ഇപ്പം ശരിയാക്കി തരാം പരമ്പരയെ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടും ചോദിക്കാം, വിദ്യാർത്ഥികളോടും ചോദിക്കാം. ചെറിയ സ്കൂളുകളുണ്ട്, ശരിയായിട്ട് ശരിയായിട്ട് ഈ പ്രവേശനോത്സവത്തിൽ ഇവരുടെ ഒരു ആശങ്ക അധികൃതരെ അറിയിക്കാനുണ്ട്. എന്താണെന്നല്ലേ, എന്താ പറയാനുള്ളത്? ഈ കരിക്കോട്ടക്കരിയിലേക്ക് സ്കൂളിൽ വരേണ്ട കുട്ടികൾക്ക് ഉരുപ്പുംകുറ്റി ഭാഗത്തുനിന്നും എടപ്പുഴ വാളത്തോട് ഭാഗത്തുനിന്നും ആ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ഇവിടെ വരാൻ കഴിയുന്നില്ല. നിലവിലുണ്ടായിരുന്ന ബസ്സുകളെല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കഴിയുള്ളൂ. അത് ബസ്സുകാർ വരാത്തതിൻ്റെ പ്രയാസം കൊണ്ട് ഇവിടെ കുട്ടികളും യാത്രക്കാരും രക്ഷിതാക്കളും മുഴുവൻ ആളും വിഷമിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് അടിയന്തരമായും ഈ നിലവിലുണ്ടായിരുന്ന റൂട്ട് ബസ്സുകൾ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. അതുപോലെ എടപ്പുഴ വാളത്തോട് പ്രദേശത്ത് നിന്ന് 300ഓളം കുട്ടികൾ നമ്മുടെ ഈ കരിക്കോട്ടക്കരി സ്കൂളിലേക്ക് പഠനത്തിനായിട്ട് വരേണ്ടതാണ്. അവർക്കെല്ലാം രാവിലെ 9 മണിക്ക് കണക്കായിട്ടുള്ള ബസ്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ധാരാളം ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ബസ്സുകാർ തമ്മിലുള്ള ചക്കളിപ്പോരും, അവർ ഹൈക്കോടതി പോയി സ്റ്റേ മേടിക്കുന്നു. ഒരു ബസ് ഓടുന്ന ബസ് നിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു പോയി സ്റ്റേ മേടിക്കുന്ന ഒരു സാഹചര്യം, ബസ് മുതലാളിമാർ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് അധികാരികൾ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഇപ്പോൾ കളക്ടർക്കും RTIക്കൊക്കെ ഇതിനെ സംബന്ധിച്ച് പരാതികൾ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആദിവാസി കോളനികൾ, ഉരുപ്പംകുറ്റി, അതുപോലെ എടപ്പുഴ അംബേദ്കർ കോളനി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നമ്മുടെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായിട്ട് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ബസ് അനുവദിക്കണമെന്നാണ് പറയാനുള്ളത്. ഉരുപ്പംകുറ്റി ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്. ഇവിടെ ഒരു 150-200ഓളം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ വാളത്തോട് നിന്നാണെങ്കിൽ 8 മണിക്ക് ഒരു KSRTC ആണ് ഉള്ളത്. പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഫുൾ ചാർജ് കൊടുത്ത് ഇവിടെ വരാനുള്ള വിഷമങ്ങളുണ്ട്. 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു 10:10 അടുത്ത ബസ് ഉള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് അധികൃതരെ ഇതിനൊരു തീരുമാനങ്ങൾ എടുത്ത് തരണമെന്നാണ്, എത്രയും പെട്ടെന്ന് ബസ് അനുവദിച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കരിക്കോട്ടക്കരി ഹൈസ്കൂളിലെ PTA പ്രസിഡന്റാണ്. നമുക്കറിയാം, ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 2 ഹൈസ്കൂളുകൾ, ഒന്ന് അങ്ങാടിക്കൂടെ, ഒന്ന് കരിക്കോട്ടക്കരയാണ്. കരിക്കോട്ടക്കരിയിലേക്കുള്ള കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് വാളത്തോട്, എടപ്പുഴ, കരടിമല, ഉരുപ്പംകുറ്റി ഭാഗത്തെ മറ്റേ അയാങ്കുടി മല, നെട്ടിത്തോട്, ഏഴാംകടവ്, പള്ളിമല, ഈ പ്രദേശത്തു നിന്നുള്ള കുട്ടികൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 4 മാസക്കാലമായിട്ട് ബസ്സുകാരുടെ തമ്മിൽ പോറലും കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയത്തില്ല, 4 മാസക്കാലം ഇവിടെ ബസ്സില്ലാതെ 8ഓളം ട്രിപ്പുകളോട് മിസ്സായിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പാവപ്പെട്ട മേഖല കൃഷിക്കാരുടെയും അധ്വാനിക്കുന്നവരുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ആദിവാസികളും ദളിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരുണ്ട്. കുട്ടികൾക്കൂടെ ഒന്ന് എത്തിച്ചേരാനോ അവർക്ക് സാമ്പത്തികം മുടക്കിക്കൊണ്ട് ഈ സ്കൂളിൽ വരാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് വണ്ടി കൂട്ടി വരാൻ പറ്റില്ല. അപ്പോൾ ഈ വണ്ടികൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളും KSRTC ഉൾപ്പെടെ വന്നെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പല കുട്ടികളും വണ്ടി സൗകര്യമില്ലാത്തവരിൽ പഠനം നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും അതിനൊരു വ്യതിയാനം വരണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അത് ഇടപെടണം. കോടതിയിൽ നിന്നുള്ള ഹൈക്കോടതിയിലുള്ള സ്റ്റേ ഉണ്ട്, അത് മാറ്റിത്തരാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുവാനും അവർക്ക് നന്നായിട്ട് മുന്നോട്ടുള്ള പഠനത്തിനുള്ള സംവിധാനം ഒരുക്കി തരണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഹൈസ്കൂൾ UP സ്കൂളിൻ്റെ മാനേജർ അച്ഛനാണ് ഞാൻ, ഫാദർ കുര്യാക്കോസ് കളരിക്കൽ. വർഷങ്ങളായി നമ്മുടെ ഈ ഉരുപ്പംകുറ്റി, അതുപോലെ തന്നെ വാളത്തോട്, അതുപോലെ എടപ്പുഴ എന്ന സ്ഥലങ്ങളിൽ ബസ്സുണ്ടായിരുന്നു. മലയോരത്തിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണത്. കർഷകരാണ് അധികവും. അവിടെ നിന്ന് കുട്ടികൾ 4-5 കിലോമീറ്റർ നടന്നു വരിക എന്നത് ദുസ്സഹമാണ്. കാലാകാലമുള്ള ബസ്സുകൾ എന്തുകൊണ്ട് നിന്നുപോയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്രയും കുട്ടികളെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് എന്നും കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരാനോ സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽ, അതുപോലെ ബസ് ഉടമകൾ അല്ലെങ്കിൽ
RTO അവർ ഇടപെട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ വർഷത്തെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെ 1-2 ബസ്സെങ്കിലും ഇടാനായിട്ട് നിർബന്ധമായിട്ട് പരിശ്രമിക്കണം. ഈ നാട്ടിലെ മനുഷ്യരല്ലേ. ഒന്നായത് ഈ പ്രദേശത്ത് മലയോര പ്രദേശവും കാട്ടുപന്നികളുടെയും ആനകളുടെയും അക്രമമുള്ള കുഞ്ഞുങ്ങൾ നടന്നു വരാൻ പറ്റുകയില്ല. പലപ്പോഴും ഈ കരിക്കോട്ടൊക്കെ ടൗണിൽ വരെ ആന വന്ന് ആക്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങോട്ട് വിടുക? അവരെ വഴി നടന്നു വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ പ്രദേശത്തെ ഈ സ്കൂളിലേക്ക് ഇത്രയും ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ ബസ് അനുവദിക്കണം. രാവിലെയും വൈകുന്നേരമെങ്കിലും ഓരോ ട്രിപ്പ് അനുവദിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ യാത്രാ അസൗകര്യത്തെ പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കുമന്തോട് മെമ്പറാണ്. പിന്നെ എനിക്ക് 80 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ ഒരു 40 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കരിക്കോട്ടക്കരിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ബസ്സില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈന്തിങ്കരിയിൽ നിന്നാണെങ്കിലും നമുക്കില്ല ബസ്, എടപ്പഴയിൽ നിന്നാണെങ്കിലും നമുക്ക് ബസ്സില്ല. അപ്പോൾ ആകെ കുട്ടികളെ പോലെ തന്നെ ജനങ്ങളും ദുരിതത്തിലാണ്. ഇതിനൊരു അറിവ് വരുവാൻ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടാൽ നമുക്കൊരു 2 ബസ് തന്നാൽ തൽക്കാലം പരിഹാരം ഉണ്ടാക്കാം. പിന്നീട് അപ്പോഴത്തേക്കും ഈ പ്രൈവറ്റ് ബസ്സുകാർക്കെല്ലാം എന്തെല്ലോ കേസും നൂലാമാലകളുമാണ്. ആ നൂലാമാലകൾ പരിഹരിക്കാൻ നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ടോ പ്രതിഷേധിച്ചതുകൊണ്ടോ അത് പരിഹരിക്കപ്പെടുകയില്ല. അത് പരിഹരിക്കപ്പെടുന്നത് വരെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് 2 ബസ് സർവീസ് ഷട്ടിൽ സർവീസ് അനുവദിച്ചു തന്ന് ഈ പിള്ളേരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വാളത്തോട് എന്താണ് നോക്കിപ്പോൾ പറയാനുള്ളത്? നിങ്ങൾ സ്കൂളിൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്താ? ബസ്സില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. രാവിലെ എത്ര നേരത്തെ വരുന്നോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 8 മണിക്ക് വരുന്നു, 9 മണിക്കില്ല ബസ്സില്ലാത്ത. വൈകിട്ട് ഇപ്പോ സമയം കൂട്ടിയത് കൊണ്ട് 4:15 വിടുവാണെങ്കിൽ ഞങ്ങൾക്ക് 4:45 ബസ്സുള്ളൂ. അതൊരു ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബസ് അടിയന്തരമായിട്ട് അത്യാവശ്യമാണ്. ബസ്സില്ലാത്തതിന്റെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരും. ആശുപത്രി കേട്ട് ബസ്സിൻ്റെ സമയമൊക്കെ ഇതാവുന്ന കാരണം രാവിലെ 8 മണിക്ക് സ്കൂളിലേക്കൊക്കെ വരണം, ഇല്ലെങ്കിൽ നടന്നു വരണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബസ് എങ്ങനെയും ശരിയാക്കി തരണം. ഒരുപാട് ടൈം ലാഗാവുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ബസ് വരാൻ ലേറ്റ് ആകുമ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പോകാനും താമസിക്കുന്നുണ്ട്. ബസ്സില്ല, 9 മണീൻ്റെ ബസ്സൊന്നും ഇല്ല. 8 മണിക്ക് തന്നെ എഴുന്നേറ്റ് വരണം. വളരെ കഷ്ടപ്പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. 8 മണിക്ക് നമുക്ക് രാവിലെ ഇവിടെ വരാൻ പറ്റുള്ളൂ. 9 മണിക്കത്തെ ബസ്സില്ല. അത് ഭയങ്കര കഷ്ടപ്പാട്. ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക്, അതേപോലെ തന്നെ സ്കൂൾ അധികൃതർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ പറയാനുള്ളത്. നമ്മുടെ ഏകദേശം 200-250 കുട്ടികളാണ് എടപ്പുഴ വാളത്തോട് ഉരുപ്പുകുറ്റി മേഖലയിൽ നിന്ന് കരിക്കോട്ടക്കാരി സ്കൂളിലേക്ക് വരുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങളിലായി ബസ് സർവീസുകൾ കുറവാണ്. ഇപ്പോൾ രാവിലെ 8 മണിക്ക് ബസ്സിന് വന്ന കുട്ടികൾ സ്കൂൾ തുറക്കാൻ വേണ്ടി ഒരു 1.5 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. അതായത് തിരിച്ചു പോകുന്നത് അങ്ങനെ തന്നെ. ബസ് ഇറങ്ങി 2-3 കിലോമീറ്റർ നടന്നിട്ട് വേണം വിദ്യാർത്ഥികൾ വീട്ടിലെത്താൻ. വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങളാണ്, മലയോര മേഖലയാണ്. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അവർക്ക് സ്പെഷ്യൽ വണ്ടി വിളിച്ച് വിദ്യാർത്ഥികളെ വാഹനങ്ങൾ വിളിച്ച് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ പ്രവേശന ഉത്സവത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആവശ്യം, ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ ഇതിലെ ആദ്യമുണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് കേൾക്കുന്ന അധികൃതർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഇത് പാക്ക് ചെയ്തു. വളം നമ്മൾ അടുത്ത മാസം വാങ്ങാം. അടുത്ത മാസവും എന്തിന്? ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു. പക്ഷേ അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ? വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിന് കൺഫ്യൂഷൻ? മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ, പറഞ്ഞു കൊടുക്ക്. നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്തു വെക്കും. ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.